പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുടെ ബാലൻസ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഉപയോഗിച്ച പേപ്പറുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഗമ്മ്, കത്രിക, നൈഫ് അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തൊരു ബാഡ്ജാണ്. അപ്പോൾ അതിൻ്റെ അതേ ഒരു രീതിക്ക് തന്നെ വരുന്ന രീതിക്ക് മറ്റൊരു ബാഡ്ജാണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഒരു 8 സെൻറ്റിമീറ്റർ വ്യാസം വരുന്ന മുതൽ ഏകദേശം ഒരു 15-20 സെൻറ്റിമീറ്റർ വ്യാസം വരെ വരുന്ന രീതിക്ക് നമുക്ക് ബാഡ്ജുകളൊക്കെ ചെയ്യാനായി സാധിക്കും. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ ഒരു ഓറഞ്ച് പേപ്പർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും 7 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിട്ടുള്ള രീതിക്ക് ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുന്നു. നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത ഈ ഒരു പേപ്പർ ഒരു സൈഡ് കോണായിട്ട് വരുന്ന രീതിക്ക് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കേണ്ടതുണ്ട്, ഇപ്പോൾ കാണിക്കുന്നത് പോലെ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ റോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഈ ഒരു ഹോളായിട്ട് വരുന്ന ഭാഗം ഇത്രയും വലിപ്പം നമുക്ക് വേണ്ട, വലിപ്പം കുറച്ചാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു പേപ്പറിൻ്റെ 2 കോണിൽ നിന്നും ഓരോ സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വെച്ചിട്ട് ഇപ്പോൾ കട്ട് ചെയ്യുന്നത് പോലെ ഓരോ പേപ്പറും കട്ട് ചെയ്ത് മാറ്റുന്നു. അതിനുശേഷം റോൾ ചെയ്തിട്ട് നമ്മളതിൻ്റെ സൈഡിൽ ഗം അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നു. ഗം അപ്ലൈ ചെയ്ത് ഒട്ടിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. വീണ്ടും അതിനെ റോൾ ചെയ്ത് അതിൻ്റെ ഒരു ഷേപ്പ് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമായിരിക്കണം ഗം അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കേണ്ടത്. അല്ലെങ്കിൽ ഒട്ടിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഷേപ്പ് ക്ലിയറായിട്ട് കിട്ടണമെന്നില്ല. എൻ്റെ മാക്സിമം ഷാർപ്പായിട്ട് തന്നെ വരാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ നമ്മൾ ചെയ്ത ഇതേപോലെ തന്നെ വെള്ളയിൽ നിന്നും ഓറഞ്ചിൽ നിന്നും പച്ചയിൽ നിന്നും 6 പേപ്പർ വീതം കട്ട് ചെയ്ത് റോൾ ചെയ്തെടുക്കുക. 7 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരുന്ന നമ്മുടെ ഈ ഒരു പേപ്പർ റോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ 10 സെൻറ്റിമീറ്റർ ലെങ്തുള്ള റോളുകളായി മാറിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു പേപ്പറുകളൊക്കെ ഒരു പേപ്പറിൽ അറേഞ്ച് ചെയ്ത് വയ്ക്കേണ്ടതുണ്ട്. ഒരു സർക്കിൾ പോലെയാണ് അറേഞ്ച് ചെയ്ത് വയ്ക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഒരു സർക്കിളായിട്ടുള്ള പേപ്പർ തന്നെ വേണം. അപ്പോൾ ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ വ്യാസം വരുന്ന ഒരു പേപ്പറാണ് നമുക്ക് വേണ്ടത്. അതിൽ അല്പം കൂടുതലായിരുന്നാലും അല്പം കുറവായിരുന്നാലും കുഴപ്പമില്ല. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഈ ഒരു ചുരുളുകൾ, ആ റോളുകളുടെ വലിപ്പം അനുസരിച്ചായിരിക്കണം നമ്മൾ ഇത് അറേഞ്ച് ചെയ്യാനുള്ള ഈ ഒരു പേപ്പറും സെറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മുടെ ഒരു പേപ്പറിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് പരസ്പരം പെർപെൻഡിക്കുലറായിട്ട് വരുന്ന രീതിക്ക് എക്സ് പോലെ 2 ലൈൻസ് മാർക്ക് ചെയ്യുക. നമ്മുടെ ഈ ഒരു സർക്കിൾ പേപ്പറിനെ ഇപ്പോൾ 4 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ പാർട്ടിലും നമ്മുടെ ആ ഒരു ഫ്ലാഗിൻ്റെ ഡിസൈൻസ് അനുസരിച്ച് വരുന്ന രീതിക്കായിരിക്കണം നമ്മുടെ ആ റോളുകൾ ഒട്ടിക്കേണ്ടത്. ഒട്ടിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. നമ്മുടെ ഈ റോളിന് ഒരു കോർണറുണ്ട്. ആ ഒരു കോർണർ നേരെ ടോപ്പിൽ വരുന്ന രീതിക്കായിരിക്കണം ഒട്ടിക്കേണ്ടത്. ഇപ്പോൾ മുകൾ ഭാഗത്ത് നമ്മൾ ഓറഞ്ചാണ് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഫിനിഷായി വരുന്ന രീതിക്കനുസരിച്ച് താഴേക്ക് വീണ്ടും ഗം അപ്ലൈ ചെയ്ത് നമ്മുടെ അടുത്ത കളേഴ്സ് ഒട്ടിക്കുക. ഇങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് ചിലപ്പോൾ പേപ്പർ തികയാനും തികയാതിരിക്കാനും സാധ്യതയുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന റോളിൻ്റെ വലിപ്പം അനുസരിച്ച് അവിടെ നമുക്ക് എത്ര റോളുകൾ വേണമെങ്കിലും ആഡ് ചെയ്യാൻ സാധിക്കും. വലിപ്പം കൂടുതലാണെങ്കിൽ റോളുകളുടെ എണ്ണം കുറവായിരിക്കും. വലിപ്പം കുറവാണെങ്കിൽ റോളുകളുടെ എണ്ണം കൂടുതലായിരിക്കും. ഈ ഒരു റോളുകളുടെ എണ്ണം കൂടുമ്പോഴാണ് കാണാനും ഭംഗി കൂടുന്നത്. ഇപ്പോൾ ഞാൻ ടോപ്പ് സൈഡിൽ 7 ഓറഞ്ച് ഒട്ടിച്ചിട്ടുണ്ട്. അതിലൊന്ന് എനിക്ക് മാറ്റേണ്ടതുണ്ട്. നമുക്കിപ്പോൾ സൈഡുകളിൽ 6 ചെയ്തത്, അതുകൊണ്ട് 6 തികയത്തില്ല. നമുക്ക് എക്സ്ട്രാ കുറച്ച് പേപ്പർ കൂടെ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു സൈഡുകളൊക്കെ കവർ ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ഈ ഒരു ബാഡ്ജിൻ്റെ റൈറ്റ് സൈഡിൽ 5 വൈറ്റ് ചേർത്തത് കൊണ്ട് ലെഫ്റ്റ് സൈഡിലും 5 വൈറ്റ് തന്നെ ചേർക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ എക്സ്ട്രാ ഒരു 4 പീസ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് തന്നെ ആഡ് ചെയ്യാം. ഒട്ടിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞൊരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. നമ്മൾ ആ ഒരു റോളിൻ്റെ ഹോള് വരുന്ന ഭാഗത്തെ ഒരു കോർണർ അത് മുകളിലേക്ക് തന്നെ വരുന്ന രീതിക്ക്, നേരെ മുകളിലേക്ക് വരുന്ന രീതിക്ക് തന്നെ ഒട്ടിക്കാൻ നോക്കുക. എന്നാൽ മാത്രമായിരിക്കും കുറച്ചുകൂടെ ഭംഗി കിട്ടുന്നത്. അല്ലെങ്കിൽ നേരെ താഴേക്ക് വരുന്ന രീതിക്ക് നമുക്ക് ഒട്ടിക്കാം. അത് അത്രത്തോളം ബെറ്റർ അല്ല. അത് നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളിത് ഈ ഒരു വൈറ്റും ബാക്കി കളറും എല്ലാം തന്നെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രൈ ആക്കാനായിട്ട് കുറച്ച് ടൈം കൊടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ആ ഒരു ഫ്ലാഗിൻ്റെ അല്ലെങ്കിൽ ബാഡ്ജിൻ്റെ ടെയിൽ ചെയ്യാം. നമ്മളിപ്പോൾ ഫ്ലാഗിൻ്റെ അതേ രീതിക്കുള്ള ടെയിൽ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ തന്നെ. ഇപ്പോൾ ഇത് ഏകദേശം 3 സെൻറ്റിമീറ്റർ വീതി വരുന്ന രീതിക്കാണ് ഈ ഒരു ബാഡ്ജിൻ്റെ ടെയിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. ഏകദേശം 25 സെൻറ്റിമീറ്റർ ലെങ്തും നമ്മൾ എടുക്കുന്നുണ്ട്. കാരണം അത്യാവശ്യം വലിയൊരു ബാഡ്ജ് ആയതുകൊണ്ട് അത്യാവശ്യം നീളവും വിട്ടും നമുക്ക് ആവശ്യമാണ്. അതിനുശേഷം നമ്മൾ ആ ഒരു പേപ്പറിൻ്റെ താഴ്ഭാഗം ഒന്ന് ഈക്വലായിട്ട് ഹാഫായിട്ട് മടക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ബാഡ്ജിൻ്റെ ടെയിലായിട്ട് തന്നെ കിട്ടും. അതിനുശേഷം നമുക്ക് അല്പം വീതി കിട്ടുന്ന രീതിക്ക് നമ്മളതിനെ അറേഞ്ച് ചെയ്തതിന് ശേഷമാണ് അതിനെ ഒട്ടിച്ചെടുക്കുന്നത്. ഒട്ടിച്ചെടുക്കുമ്പോൾ പരസ്പരം ചേർന്ന് വരുന്ന ഭാഗങ്ങൾ ക്ലിയറായിട്ട് ഒട്ടിക്കാനും നോക്കുക. പരസ്പരം ഇതിനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബാഡ്ജിൻ്റെ നേരെ പുറകിൽ അത്യാവശ്യം ഒരു ഗ്യാപ്പ് കിട്ടുന്ന രീതിക്ക് തന്നെ ഒട്ടിച്ച് എടുക്കുക. ഒട്ടിക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ആ ഒരു ഫ്ലാഗിൻ്റെ അതേ രീതിക്ക് തന്നെയാണ് ഈ ഒരു ടെയിൽസും അറേഞ്ച് ചെയ്ത് ഒട്ടിക്കേണ്ടത്.
ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ബാഡ്ജിൻ്റെ ഒരു ഏകദേശം ഐഡിയ പൂർണ്ണമാകും. നമുക്കിനി അടുത്ത് അതിൻ്റെ സെൻറ്ററിൽ ഒരു അശോക ചക്രവും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബാഡ്ജ് കംപ്ലീറ്റ് ആയി. പക്ഷേ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ഈ ഒരു ബാഡ്ജില്ലേ, ഇതിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ആഡ് ചെയ്യാൻ പറ്റും. അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ലെയറായിട്ട് തന്നെ ആക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ മനോഹരമാക്കാൻ പറ്റും ഈ ഒരു ബാഡ്ജിനെ തന്നെ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അടുത്ത ഒരു ലെയർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത ഈ ഒരു ബാഡ്ജിൻ്റെ അതേ രീതിക്ക് തന്നെ നമ്മൾ മറ്റ് 3 പേപ്പറുകളും മടക്കിയെടുക്കുന്നു. സിക്സാഗിൻ്റെ ഷേപ്പിലാണ് മടക്കിയെടുക്കേണ്ടത്. നമ്മളത് കഴിഞ്ഞ ദിവസം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കിയിരുന്നു. നമ്മളിപ്പോൾ ഈ ഒരു ഷേപ്സ് എടുത്തിരിക്കുന്നത് 8 സെൻറ്റിമീറ്റർ ലെങ്ത് വരുന്ന രീതിക്കാണ്. കാരണം നമുക്ക് ഓവർ ലെങ്ത് വേണ്ട. എന്നിട്ട് പരസ്പരം ഇതിനെ ഒട്ടിച്ച് നമ്മൾ എടുക്കുകയാണ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ ഇന്നലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിരുന്നു. കാണാത്തതുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്ക് അത് നോക്കി ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ നമ്മളത് ഈ ഒരു പേപ്പർ ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു പേപ്പറിൻ്റെ നമ്മൾ ആദ്യം ചെയ്ത് വെച്ച പേപ്പറിൻ്റെ സെൻറ്ററിലേക്ക് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഇവ രണ്ടും പരസ്പരം ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആ ഒരു ചെറിയൊരു ബാഡ്ജിൻ്റെ താഴ്ഭാഗത്ത് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം വലുതിൻ്റെ മുകളിലേക്കാണ് ഒട്ടിക്കേണ്ടത്. എന്നാൽ മാത്രമേ ഒട്ടുകയുള്ളൂ. അപ്പോൾ അത് നമുക്ക് ചെറുതായിട്ട് തന്നെ ഗം അപ്ലൈ ചെയ്ത് ചെറുതായിട്ടങ്ങ് പ്രസ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അത് കുറച്ച് നേരം അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കത് നന്നായിട്ട് ഒട്ടിക്കിട്ടും. വളരെ വേഗത്തിൽ ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫെവിക്കോളാണ് ഉപയോഗമായിട്ട് വരുന്നത്. മറ്റു ഭാഷകളൊക്കെ അല്പം ഡിലേ ഉണ്ട്. അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. എന്തായാലും നമുക്ക് ഇത് പരസ്പരം ഒട്ടുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അശോക ചക്രം തയ്യാറാക്കാം. ഇപ്പോൾ നമ്മുടെ ടോട്ടൽ ലെങ്ത് ബാഡ്ജിന് ഏകദേശം 20 സെൻറ്റിമീറ്ററോളം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സെൻറ്ററിൽ നമ്മളൊരു എക്സ്ട്രാ ഒരു ലെയർ കൂടെ വച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയൊരു ഏരിയ കവർ ചെയ്യുന്ന രീതിക്ക് നമുക്ക് ആ ഒരു അശോക ചക്രം വരച്ചാലും മതിയാകും. ഞാനിപ്പോൾ ഒരു 5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു അശോക ചക്രമാണ് ചെയ്യുന്നത്. നമുക്കതെന്തായാലും വരയ്ക്കുമ്പോൾ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം വലുപ്പം വേണമെന്ന്. ഞാനിപ്പോൾ ചെയ്തത് അല്പം വലുതായത് കൊണ്ടാണ് 5 സെൻറ്റിമീറ്റർ എടുത്തത്. ഇന്നലെ നമ്മൾ 2 സെൻറ്റിമീറ്ററിലാണ് എടുത്തത്. അപ്പോൾ അത് നമുക്ക് തന്നെ ചൂസ് ചെയ്ത് ഒരു സർക്കിൾ വരച്ച് അതിനെ അശോക ചക്രമാക്കി എടുക്കുക. അശോക ചക്രം വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 24 ആരക്കാലുകൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഓരോ കാലിനെയും പറയുന്ന പേരാണ് ആരക്കാലുകളെന്ന്. അങ്ങനെ 24 കാലുകൾ ഉണ്ടോ എന്ന് പ്രത്യേകം എണ്ണി നോക്കി തന്നെ വരയ്ക്കുക. വരച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു അശോക ചക്രത്തെ സർക്കിളായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു ബാഡ്ജിൻ്റെ കൃത്യം സെൻറ്ററിൽ തന്നെ ഒട്ടിച്ചെടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബാഡ്ജ് പൂർണ്ണമാവുകയാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തതാണ്. നമുക്കിപ്പോൾ ആദ്യം ചെയ്ത ആ റോളുകൾ മാത്രം ഓരോ സ്റ്റെപ്പിലും ചെറുതായി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു ബോൾ പോലെ തന്നെ നമുക്ക് ഈ ഒരു ബാഡ്ജിനെ ചെയ്തെടുക്കാൻ പറ്റും. അത് അല്പം ടൈം എടുക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ പല ലെയറുകളും നമുക്ക് ആഡ് ചെയ്തിട്ട് ഈ ഒരു ബാഡ്ജിനെ പല വെറൈറ്റീസ് ആയിട്ട് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ചെയ്തത് 2 ചെറിയ മോഡലുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബാഡ്ജുകളെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ഫസ്റ്റ് ചെയ്ത സ്റ്റാർ ബോളിലോ ചെയ്യാം. അതിനുശേഷം നമുക്ക് റോൾ ഉപയോഗിച്ച് ചെയ്യാം. അങ്ങനെ പല മെത്തേഡ്സ് നമുക്ക് നമ്മുടേതായ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്